ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. യെസ്, ഐ ആം ഹിയർ. നിങ്ങളൊക്കെ ജയിലിലേക്ക് പഠിച്ചു തുടങ്ങിയോ? സത്യം പറയാലോ, ഈ നോട്ടൊക്കെ ഉണ്ടെങ്കിലും പഠിച്ചു തുടങ്ങിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞാൻ കരുതി നമുക്ക് ഒന്നിച്ചങ്ങ് തുടങ്ങാം. ജസ്റ്റ് ഞാനിപ്പം ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ JLAയുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് വരുന്ന MLT, അതായത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി പോർഷനിൽ വരുന്ന ഫസ്റ്റ് മൊഡ്യൂൾ, അതായത് ബേസിക് ലബോറട്ടറി ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂളിൻ്റെ തുടക്ക ഭാഗം, കുറച്ച് ഭാഗമാണ്. നമുക്ക് നോക്കാം. ക്ലാസ് എന്തായാലും യൂട്യൂബിലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്നാലേ അടുത്ത ഇത് വേണോ, ഈ പരിപാടി വേണോ വേണ്ടായോ, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഉപകാരം ഇല്ലെങ്കിൽ പിന്നെ ഞാനിത് ചെയ്തിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ, വെറുതെ വീഡിയോ ആയിട്ട് ഇവിടെ കിടക്കും. അപ്പോൾ അത് കാരണം പിന്നെ ഇതിൻ്റെ അഡ്വാൻസ്ഡ് പരിപാടിയൊന്നും, സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുക, അങ്ങനത്തെ സാധനങ്ങളോട്ടൊന്നും എടുക്കാനുള്ള എന്താ പറയുക, ലാപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഒരു ഓർഡിനറി വേയിൽ പോകുന്നത്. എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കേട്ടാൽ ചിലപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. എനിക്കും ഓക്കെ ഓക്കെ നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് വരുന്നത് ലാബ് സേഫ്റ്റിയാണ് നമ്മുടെ മോഡ്യൂളിൽ ആദ്യമായിട്ട് വരുന്നത്. അതുപോലെ നോളജ് ഓഫ് ലബോറട്ടറി കെമിക്കൽസ് എന്ന് പറഞ്ഞിട്ടൊരു മൊഡ്യൂൾ ഫസ്റ്റിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക് അതാണ്. അപ്പം നമുക്കറിയാം ലബോറട്ടറി സേഫ്റ്റി എന്താണ്. ഇറ്റ് മെഷേഴ്സ്, ഈ ഒരു സേഫ്റ്റി മെഷേഴ്സ് ആർ ഡിസൈൻ ടു എൻകറേജ് ആൻഡ് പ്രൊമോട്ട് സേഫ് ആൻഡ് എഫിഷ്യൻറ്റ് വർക്കിംഗ് പ്രാക്ടീസസ് ഇൻ എ ലാബ്. നമുക്കറിയാം സേഫായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം ലാബിൽ. അതുപോലെ ലാബ് പേഴ്സണലായാലും ലാബിൽ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവിടുന്ന് ഒരു രോഗം കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ലാബിലുള്ളവരാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ലാബ് സേഫ്റ്റിയിൽ വരുന്നത്. ഇറ്റ് പ്രൊട്ടക്ട് ഓൾ ലബോറട്ടറി പേഴ്സണൽ ആൻഡ് അതർ പീപ്പിൾ വിത്ത് റൈറ്റ് ഓഫ് എൻട്രി ഫ്രം ഇൽനെസ് ഓർ ഇഞ്ചുറി അല്ലേ. ഓൾ ലബോറട്ടറി പേഴ്സണൽ ഹാവ് റെസ്പോൺസിബിലിറ്റി ടു അഡ്ഹിയർ ടു ആൻഡ് ഒബ്സർവ് സേഫ്റ്റി പ്രോഗ്രാം ഓൾ ദി ടൈം. നമുക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം. അതായത് ബേസിക്കലി ഞാനൊരു ലാബ് ടെക്നീഷ്യൻ ആണ്, ഐ മീൻ ജോലി ചെയ്യണില്ല, ബട്ട് ലബോറട്ടറി ടെക്നോളജിസ്റ്റ് ആണ്. സോ അതുകൊണ്ട് എനിക്കും പറയാൻ പറ്റും, ലാബിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ത്, സേഫായിട്ടിരിക്കുക, ഒരു സേഫായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ഞാൻ വർക്ക് ചെയ്യുക, അതുപോലെ അവിടെ എത്തുന്നവരും സേഫായിട്ട് തിരിച്ചു പോവുക എന്നുള്ളത് അല്ലേ. ഒക്യുപ്പേഷണൽ ഇഞ്ചുറി ആൻഡ് ഇൽനെസ് ആർ കോസ്ഡ് മോസ്റ്റ്ലി ബൈ ബാഡ് പ്രാക്ടീസസ്, ഇൻഎക്സ്പീരിയൻസസ്, ഇഗ്നോറൻസ് ആൻഡ് ഫെയിലുവർ ടു ഫോളോ സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ്. നിങ്ങൾക്കറിയാം, അത് ഏത് മേഖലയാണെങ്കിൽ പോലും അവിടെ വർക്ക് ചെയ്യുന്നവരുടെ എന്താണ് ഉത്തരവാദിത്തക്കുറവ്, അല്ലെങ്കിൽ അവരുടെ ഇൻഎക്സ്പീരിയൻസ്, അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലായ്മ, അല്ലെങ്കിൽ മോശമായിട്ടുള്ള പ്രാക്ടീസസ്, അതായത് എന്ന് വെച്ചാൽ എന്താ ബാഡ് പ്രാക്ടീസസ് എന്ന് വെച്ചാൽ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധം പറ്റുക, അങ്ങനത്തെ സാധനങ്ങൾ, അതായത് ശ്രദ്ധിക്കാതെ ഓരോന്ന് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, അവിടെ ഉണ്ടാവുന്ന അപകടത്തിന് കൂടുതൽ സാധ്യതയും അങ്ങനെയാണ് അല്ലേ. ദെൻ സേഫ് ആയിട്ടുള്ള ഒരു ലബോറട്ടറി പ്രാക്ടീസ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ എന്തിനെയൊക്കെ എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്യുന്നു. അവയർനെസ് ഓൺ സൈൻസ് ആൻഡ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ എ ലബോറട്ടറി. നമ്മൾക്കൊരു സൈൻ അല്ലെ അവിടെ ഒരു സംഭവം ഇട്ടിച്ച് വെച്ചെങ്കിൽ ഇത് എന്താ എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. നമ്മൾക്ക് റോഡിലൂടെ പോകുമ്പോൾ നമുക്കുണ്ടല്ലോ അല്ലേ, അവിടെയൊക്കെ സൈൻ ബോർഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു സ്കൂളിൻ്റെ ആണെങ്കിൽ ഒരു കുട്ടി ബാഗായിട്ട് ഇട്ടിരിക്കുന്നു, ഹോസ്പിറ്റലാണെങ്കിൽ ബെഡ് പ്ലസ് അല്ലേ, അങ്ങനെയൊക്കെ സൈൻ കാണുമ്പോൾ നമുക്കറിയാം അടുത്തവിടെ എന്താ പറയുക ഹോസ്പിറ്റലുണ്ട്, സ്കൂളുണ്ട്, അതുപോലെ ഒരുപാട് നമുക്ക് എന്തുണ്ട് സയൻസ് ആൻഡ് സിമ്പിൾസ് നമുക്ക് റോഡിലുണ്ട്. അതുപോലെ ലാബിൻ്റെയും സേഫ്റ്റിക്കായിട്ട് കുറേ സയൻസ് ആൻഡ് സിമ്പിൾസ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പോസിബിലിറ്റീസ് ഫോർ കോമൺ ലബോറട്ടറി ഹസാർഡ്സ്. എങ്ങനെ വെച്ചാൽ എന്ത് സംഭവിക്കും, ഇത് നമ്മുടെ ആസിഡും കുപ്പിയും കൊണ്ടുവന്ന് നമ്മളുടെ എന്താ പറയുക വർക്ക് ബെഞ്ചിൽ അങ്ങനെ വെച്ചിട്ട് അടപ്പിടാണ്ട് അങ്ങ് പോവുക. അങ്ങനെ വെച്ചാൽ അപ്പോൾ ഒരു മിനിറ്റ്, അത് അടപ്പിടാതെ വെച്ചാൽ അത് താഴെ വീഴും, അല്ലെങ്കിൽ അത് പൊട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റാരെങ്കിലും വന്ന് അതിൽ കൈതട്ടും. സോ ആ ഒരു ബോധം ഉണ്ടായിരിക്കുക അല്ലേ. എന്താ പറയുക ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പോസിബിലിറ്റീസ് ഫോർ കോമൺ ലബോറട്ടറി ഹസാർഡ്സ്, അത് ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഇത് നമുക്ക് ഉണ്ടാവുക. പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. നമ്മൾ കുറേ പഠിക്കുന്ന സമയത്തെ കുറേ പഠിക്കുന്നതാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഫസ്റ്റ് എയ്ഡ് പ്രാക്ടീസസ് അല്ലേ. ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് നേരെ സയൻസ് ആൻഡ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ ലബോറട്ടറി ഹസാർഡ് സിമ്പിൾസ്, അതുപോലെ വാർണിംഗ് സിമ്പിൾസ്, ഇതൊക്കെ നമുക്ക് നോക്കിയാലോ. ഇത് എഴുതിയേക്കുന്നതൊക്കെ ഞാൻ പറയണം എന്നില്ല, ജസ്റ്റ് വായിച്ചേക്കാം. അതോ നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സിമ്പിളിലോട്ട് പോയാൽ പോരെ. നമുക്കറിയാലോ ഈ എഴുതിയേക്കുന്നതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതെന്താണെന്നുള്ളത് കണ്ട് മനസ്സിലാക്കിയാൽ മതി. അല്ല, അതിൻ്റെ ഇടയ്ക്ക് ബി നമ്മുടെ മറ്റേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദിച്ചാലോ. ജസ്റ്റ് ഞാൻ അതുകൊണ്ടൊന്ന് വായിച്ചേക്കാം. ടു മിനിമൈസ് ആക്സിഡൻറ്റ്സ് ഇൻ ദ ലബോറട്ടറി എന്താണ്, ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ് മാൻഡേറ്ററി ടു യൂസ് സൈൻസ് ആൻഡ് സിമ്പിൾസ് ഇൻ ദ ലബോറട്ടറി. ദീസ് ആർ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് പോസിബിൾ ഹസാർഡ് ഡ്യൂറിങ് എ പ്രൊസീജിയർ. Through knowledge on science and symbol helps the laboratory personnel to deliver his duty properly. ഇതൊക്കെ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ. The symbols include hazard warning symbols, സേഫ്റ്റി അഥവാ മാൻഡേറ്ററി സിമ്പിൾസ് ആൻഡ് പ്രൊഹിബിറ്ററി സിമ്പിൾസ്. ഇങ്ങനെ പല ടൈപ്പ് സിമ്പിൾസ് ഉണ്ട്. വാർണിംഗ് സിമ്പിൾസ് ഉണ്ട്, സേഫ്റ്റി സിമ്പിൾസ് ഉണ്ട്, പ്രൊഹിബിറ്ററി സിമ്പിൾസ് ഉണ്ട്. ഹസാർഡ് വാർണിംഗ് സിമ്പിൾസ് ആർ ബ്ലാക്ക് പിക്ചേഴ്സ് ഇൻ യെല്ലോ ഓർ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട്. ഓർത്തിരിക്കുക, ബ്ലാക്ക് പിക്ചേഴ്സ് ഇൻ യെല്ലോ ഓർ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട്.
സേഫ്റ്റി സിമ്പിൾസ് ആർ റൗണ്ട് വൈറ്റ് പിക്ചേഴ്സ് വിത്ത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട്. അതായത് സേഫ്റ്റി, അതായത് ഹസാർഡ് വാർണിംഗ് സിമ്പിൾസ് ആണ്. അത് മേ ബി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി ചോദിച്ചാലോ, അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി വായിക്കുവാണ്. എന്താ? ഹസാർഡ് വാർണിംഗ് സിമ്പിൾസ് ആർ ബ്ലാക്ക് പിക്ചേഴ്സ് ഇൻ യെല്ലോ ഓർ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട്. ഹസാർഡ് വാർണിംഗ് സിമ്പിൾസ് വരുന്നത്, ഹസാർഡ് സിമ്പിൾസ് ആണെങ്കിൽ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഓറഞ്ചോ ഓർ യെല്ലോ ആയിരിക്കും. ഇനി സേഫ്റ്റി സിമ്പിൾസ് ആണെങ്കിൽ എന്തായിരിക്കും? വൈറ്റ് പിക്ചേഴ്സ് വിത്ത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട്. പ്രൊഹിബിറ്ററി സിമ്പിൾസ് ആർ റൗണ്ട് ബ്ലാക്ക് പിക്ചേഴ്സ് ഇൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വിത്ത് എ റെഡ് എഡ്ജ് ആൻഡ് ഡയഗണൽ ലൈൻ. കണ്ടോ? ഡയഗണൽ ലൈനൊക്കെ വരുന്നത് ഏതാണ്? പ്രൊഹിബിറ്ററി സിമ്പിൾസ്, അതായത് പാടില്ല, ഇതിവിടെ പാടില്ല എന്നുള്ളതാണ്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കിയേക്കുക. ദെൻ മെയിൻ ആയിട്ടുള്ള സിമ്പിൾസ് കൊടുത്തേക്കുന്നത്, ആദ്യം കാണുന്നത് അതെന്താണ്? തീ പോലെ ഇരിക്കുന്നത് ഫ്ലെയിമബിൾ. ക്രോസ് വരുന്നത് എന്താണ്? ഹാംഫുൾ ഓർ എന്താണ്? ഇറിറ്റൻ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് കൊറോസീവ് ആണ്. എന്താ ഒരു സിമ്പിൾ ഇങ്ങനെ കാണിച്ചിട്ട് ഒരു ലിക്വിഡ് അങ്ങോട്ട് ഒഴിക്കുന്നു, ഒരെണ്ണത്തിൽ നിന്ന് ഇങ്ങോട്ട് വീഴുന്നു, അത് കൊറോസീവ്, കുറച്ച് ഇല്ലാണ്ടായി എന്നാണോ? എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടേതായ സെൻസിൽ മനസ്സിലാക്കിയേക്കുക. കൊറോസീവ് ആണ്. പിന്നെ ഉള്ളത് ഇലക്ട്രിക്കൽ ഹസാർഡ് ആണ്. ഹായ് അസ്ഥികുടം, എന്താണ്? പോയിസൺ അല്ലെങ്കിൽ ടോക്സിക്, മരിച്ച് മയ്യത്താവും, അത് അവസാനം ഇങ്ങനെ ആവും എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിച്ചത്. എക്സ്പ്ലോഷൻ, വാവ്, അതിൻ്റെ നല്ല പൂത്തിരി കത്തുന്ന പോലെ ഉണ്ട്, മറക്കില്ലല്ലോ. ബയോ ഹസാർഡ്, ഇത് ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. ബയോ ഹസാർഡിൻ്റെ സിമ്പിൾ ഇങ്ങനെ ഫാൻ കറങ്ങുന്ന പോലോ, അത് ഒളിമ്പിക്സിൻ്റെ മറ്റേ റൗണ്ട് പോലെയൊക്കെ തോന്നുന്നുണ്ട് എനിക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ റേഡിയേഷൻ ഹസാർഡ്, ഹായ് ഒരു ഫാൻ, ശരിയായ ഫാൻ, റേഡിയേഷൻ ഹസാർഡ്. പിന്നെ വെയർ ഗ്ലൗസ്, അത് കണ്ടു. അതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഈ നീല വരുന്നത് എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞത് സേഫ്റ്റി സിമ്പിൾസ് ആണല്ലേ. അതുപോലെ വെയർ മാസ്ക്, കൊള്ളാമല്ലോ. അത് കഴിഞ്ഞിട്ട് പ്രൊഹിബിറ്ററി വരുന്നത് ഡു നോട്ട് ഡ്രിങ്ക് ആൻഡ് ഈറ്റ്, അത് ഉറപ്പായിട്ടും എല്ലാ ലാബിലും വെക്കേണ്ട സംഭവമാണ് അല്ലേ, നമ്മുടെ വർക്കിംഗ് റൂമിൽ. പിന്നെ നോ സ്മോക്കിംഗ്, അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട സിമ്പിൾസ് എന്ന് പറയാനുള്ളത്. ഓക്കെ, ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് കെമിക്കൽ ഇൻ എ ലബോറട്ടറി, അതുകൊണ്ട് നമുക്ക് നോക്കാം. പ്രോപ്പർ ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് കെമിക്കൽ ആൻഡ് റിയേജൻസ് ഈസ് നെസസറി ടു പ്രിവെൻറ്റ് ഹസാർഡ്. അറിയാമല്ലോ, അത് കെമിക്കൽ ആർ സ്റ്റോർഡ് അക്കോർഡിംഗ് ടു ദെയർ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. അതൊക്കെ അനുസരിച്ചാണ് നമ്മൾ, അതായത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ, ആസിഡ് സ്റ്റോർ ചെയ്യുന്ന പോലെയാണോ ആൽക്കലി സ്റ്റോർ ചെയ്യുന്നത്? അല്ല. അപ്പോൾ അതിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ എന്താണ്, ആ ഒരു പ്രോപ്പർട്ടി അനുസരിച്ചാണ് നമ്മളിത് സ്റ്റോർ ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് കെമിക്കൽ കുറച്ചൊന്നും നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ, ചോദിക്കാം. ഫ്ലെയിമബിൾ കെമിക്കൽസ്, എക്സാമ്പിൾ വരുന്നത് അസറ്റോൺ, ഈതർ, സൈലീൻ, ആൽക്കഹോൾ. ഫ്ലെയിമബിൾ ഓർത്തിരിക്കുക, അസറ്റോൺ, ഈതർ, സൈലീൻ, ആൽക്കഹോൾ. അസറ്റോൺ കത്തിപ്പോവല്ലേ, ഈതർ, സൈലീൻ, ആൽക്കഹോൾ. എന്തെങ്കിലും ഒരു കോഡ് വെച്ച് നിങ്ങൾ ഓർത്തിരുന്നോ? സൈലീനും ആൽക്കഹോളും, ആൽക്കഹോൾ നിങ്ങൾ എന്തായാലും ഓർക്കും. ആൽക്കഹോൾ, അസറ്റോൺ രണ്ടും എ ആണ്. പിന്നെ ഈതർ, സൈലീൻ, അസറ്റോൺ, ആൽക്കഹോൾ, ഈതർ, സൈലീൻ. കൊറോസീവ് ഏതാണ്? കോൺസെൻട്രേറ്റഡ് ആസിഡ്, ആൽക്കലി, ഫീനോൾ. ഇതൊക്കെ കൊറോസീവ് ആണ്, നമുക്കറിയാം. ആസിഡ്, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആസിഡ് ആയാലും ആൽക്കലി ആയാലും ഇനിയിപ്പോൾ ഫീനോൾ ആയാലും എന്ത് സംഭവിക്കും? കൊറോസീവ് ആണ്. ഓക്സിഡൈസിങ് കെമിക്കൽസ് ആണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ക്രോമിക് ആസിഡ്, പിന്നെ ഏതാണ്? ക്ലോറൈഡ്സ്. ഇതൊക്കെ എന്ന് പറയുന്നത് ഓക്സിഡൈസിങ് കെമിക്കൽസ് ആണ്. ഓക്സിഡൈസിങ് ആണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ക്രോമിക് ആസിഡ്, ക്ലോറൈഡ്സ്. എല്ലാത്തിലും ഒരു ക്രോ ഉണ്ട് അല്ലേ, ക്ലോ ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഓക്സിഡൈസിങ് കെമിക്കൽസ് ആണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ക്രോമിക് ആസിഡ്, ക്ലോറൈഡ്സ്, ഇതൊക്കെ എന്താണ്? ഓക്സിഡൈസിങ് കെമിക്കൽസ് ആണ്. എക്സ്പ്ലോസീവ്, പിക്രിക് ആസിഡ് നമുക്കറിയാം, അതുകൊണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ സൂക്ഷിക്കുന്ന ഏതാണ് എപ്പോഴും ഈ ലാബ് പരീക്ഷയ്ക്ക് ചോദിക്കും, അത് പിക്രിക് ആസിഡ് ആണ്. ദെൻ റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് ഉണ്ട്, നമുക്കതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. കാഴ്സിനോജനിക്, അതാണ് ചോദിക്കാറ്. ബെൻസിഡിൻ കാഴ്സിനോജനിക് ആണ്. ഓട്ടൊളിവിഡിൻ കാഴ്സിനോജനിക് ആണ്. സെലനൈറ്റ് കാഴ്സിനോജനിക് ആണ്. ഇത് ഓപ്ഷൻസ് പല എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ബെൻസിഡിനും സെലനൈറ്റും ഓട്ടൊളിവിഡിനും ഉണ്ട് കേട്ടോ. ടോക്സിക് കെമിക്കൽ പൊട്ടാസ്യം സയനൈഡ്. അപ്പം സയനൈഡ് ടോക്സിക് ആണെന്ന് നമുക്കറിയാം, അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കും. ഇതിൽ കാഴ്സിനോജനിക് കെമിക്കൽസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കൊറോസീവ് കെമിക്കൽസ് എനിക്ക് തോന്നുന്നു, മീൻസ് എൻ്റെ ഒരു ഓർമ്മയിൽ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്, അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എന്തായിരുന്നു, കാഴ്സിനോജനിക് കെമിക്കൽസ് ഈ മൂന്നും പിന്നെ ഒരു കൊറോസീവ് കൂടെ തന്നിട്ട് ഏതാണ് കാഴ്സിനോജനിക് അല്ലാത്തതെന്ന് രീതിയിലാണ് ചോദ്യം. മനസ്സിലായോ? കാഴ്സിനോജനിക്കിൻ്റെ 3 ഓപ്ഷനിലുണ്ടായിരുന്നു, പിന്നെ തന്നത് ഈ കൊറോസീവ് എന്ന് ഒരെണ്ണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് തന്നിട്ട് ഇതിൽ ഏതാണ് കാഴ്സിനോജനിക് അല്ലാത്തത്, അങ്ങനെയൊക്കെ മാറ്റിയും തിരിച്ചുമൊക്കെ ചോദിക്കാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായില്ലേ? ചോദിച്ച ചോദ്യം വിട്ടുതരാം, പക്ഷേ ഐഡിയ മനസ്സിലായില്ലേ? അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തരം തിരിച്ച് തന്നിട്ട് ഇതിൽ ഏതാണ്, ഇന്നതിൽ പെടാത്തത് ഏതാണെന്നൊക്കെ ചോദിക്കും. സോ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇത്രയുമാണ് മെയിനായിട്ട്. ഇനി ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ് പറയുമ്പോഴത്തേക്കും ലേബിൾ ദ കെമിക്കൽസ് വിത്ത് ഹസാർഡ് സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ഫോർ യൂസ്, സ്ട്രെങ്ത് ആൻഡ് എക്സ്പയറി ഡേറ്റ്. ഇതൊക്കെ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക?
കഴുതി വയ്ക്കുക. അതായത് ഹസാർഡ് സിംബൽ വയ്ക്കുക. അതായത് ഇപ്പോൾ കൊറോസീവ് ആണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടോക്സിക് ആണ് അത് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, അതുപോലെ അതിൻ്റെ എത്രത്തോളം കോൺസെൻട്രേറ്റഡ് ആണോ ലൈറ്റ് ആണോ എന്നല്ലേ നമ്മൾ ഡൈലൂട്ട് ചെയ്ത സാധനങ്ങൾ വയ്ക്കും. അപ്പോൾ അതനുസരിച്ച് ആ സാധനങ്ങളൊക്കെ അതിൽ രേഖപ്പെടുത്തുക. ഫ്ലെയിമബിൾ കെമിക്കൽസ് ആർ സ്റ്റോർഡ് ഇൻ ഫയർ പ്രൂഫ് മെറ്റൽ കണ്ടെയ്നേഴ്സ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിമബിൾ കെമിക്കൽസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഫയർ പ്രൂഫ് മെറ്റൽ കണ്ടെയ്നേഴ്സ് അറ്റ് ഗ്രൗണ്ട് ലെവൽ. അതാണ് വേർഡ്. ഗ്രൗണ്ട് ലെവലായിരിക്കണം സൂക്ഷിക്കേണ്ടത്. ഇൻ എ കൂൾ ഡ്രൈ പ്ലേസ് ആൻഡ് ഓൾവേസ് ഹാൻഡിൽ ദം എവേ ഫ്രം ഡയറക്റ്റ് ഫ്ലെയിം. അല്ലേ, ഫ്ലെയിമബിൾ കൊണ്ടുപോയി തീപ്പെട്ടിൻ്റെ അടുത്തുകൊണ്ട് വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ എവേ ഫ്രം ദ ഫ്ലെയിം. കൊറോസീവ് കെമിക്കൽസ് ആർ സ്റ്റോർഡ് ഇൻ ആംബർ കളേർഡ് ബോട്ടിൽസ് അറ്റ് ഗ്രൗണ്ട് ലെവൽ. വീണ്ടും അടുത്തത് ഗ്രൗണ്ട് ലെവൽ. മുറ്റത്ത് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ തറയിൽ കൊണ്ടുവയ്ക്കുക. എന്താണ്? കൊറോസീവ് കെമിക്കൽസ് ആണോ ഇഷ്ടം എന്നാൽ നേരെ കൊണ്ടുപോയി ഗ്രൗണ്ട് ലെവലിൽ വെക്കുക. എങ്ങനെ വയ്ക്കണം? ആംബർ കളേർഡ് എന്താണ് ബോട്ടിൽ വെക്കണം. എന്തിനാ? ലൈറ്റിൽ നിന്ന് സംരക്ഷിക്കാൻ. എക്സ്പ്ലോസീവ് കെമിക്കൽസ് ആർ നെവർ ലെഫ്റ്റ് ഇൻ ഡ്രൈ സ്റ്റേറ്റ്. ഇനി എന്തെങ്കിലും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഡ്രൈ സ്റ്റേറ്റിൽ നമ്മൾ സ്റ്റോർ ചെയ്യാറില്ല. റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് ആർ ഹാൻഡിൽഡ് ബൈ പ്രോപ്പർലി ട്രെയിൻഡ് പേഴ്സൺസ് ഓൺലി. ഓക്കെ, അതോർത്തിരിക്കുക. ദെൻ കാർസിനോജനിക് കെമിക്കൽസ് ആർ സ്റ്റോർഡ് ഇൻ ക്ലോസ്ഡ് കണ്ടെയ്നർ. എക്സ്പോഷർ ടു സച്ച് കെമിക്കൽ ഷുഡ് ബി കെപ്റ്റ് മിനിമം. ഓക്കെ, കാർസിനോജനിക് ക്യാൻസർ ഉണ്ടാക്കും, അതുകൊണ്ട് കുറച്ചൊക്കെ എടുത്ത് ഉപയോഗിക്കാവുള്ളൂ. ഹൈലി ടോക്സിക് കെമിക്കൽസ് ലൈക്ക് പൊട്ടാസ്യം സയനൈഡ് ആർ കെപ്റ്റ് ലോക്ക്ഡ് ഇൻ കബോർഡ്സ് ആൻഡ് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഈസ് മെയ്ഡ് ഇൻ സ്റ്റോക്ക് രജിസ്റ്റർ. അതല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് ലാബിൽ നിൽക്കുന്നവർ. നമ്മുടെ സാധാ ക്ലിനിക്കൽ ലാബിലൊക്കെ പൊട്ടാസ്യം സയനൈഡ് അങ്ങനെയൊന്നും ഡയറക്റ്റ് യൂസ് വരുന്നില്ല എന്നാണ് ഞാൻ ഇന്നടുത്ത് വന്നിട്ടില്ല. എനിക്കറിയില്ല കേട്ടോ, എല്ലായിടത്തും ഉള്ളടം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ എന്താ പറയുക, മീൻസ് ഞാൻ ഇന്ന് ലാബുകൾ ഓരോന്ന് വേറെ. ഓക്കെ അത് വിട്ടാൽ. അപ്പം ഇത് യൂസ് ചെയ്യുന്നത് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കബോർഡിൽ ഞാൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് കേട്ടോ പെട്ടെന്ന് എനിക്കത് വന്നില്ല. നിങ്ങൾ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എങ്ങനെയാണ്. കബോർഡിൽ വെച്ച് പൂട്ടുകയാണ്, എന്നിട്ട് അതിന് രജിസ്റ്ററിൽ എന്ത് ചെയ്യുക? എടുക്കുമ്പോഴും വെക്കുമ്പോഴും എത്ര എടുത്തു, ആരെടുത്തു, എപ്പോൾ എടുത്തു എന്നൊക്കെ രജിസ്റ്റർ വെക്കണം. ഡു നോട്ട് ഓപ്പൺ ഫ്ലെയിമബിൾ കെമിക്കൽസ് നിയർ ഫ്ലെയിം. അല്ലേ, ഡു നോട്ട് ആഡ് വാട്ടർ ടു ആസിഡ്. അതുപോലെ അവോയ്ഡ് മൗത്ത് പിപ്പറ്റിംഗ്. ഇതൊക്കെ നമ്മൾ ലാബിൽ തൊട്ട് പഠിക്കുമ്പോഴേ കേൾക്കുന്ന സാധനങ്ങളാണ്. അപ്പം ഇത്രയുമാണ് മെയിനായിട്ട് ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ്. ഇതിൽ ഫ്ലെയിമബിൾ കെമിക്കൽസ് എങ്ങനെ സ്റ്റോർ ചെയ്യും, ഈ മറ്റേ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാധനം എങ്ങനെ സ്റ്റോർ ചെയ്യും, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഹാൻഡ്ലിംഗ്. അടുത്തത് ലബോറട്ടറി ഹസാർഡ്സ് ആണ്. അതിന് മുന്നേ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് അറിയണ്ടേ? ഇനി അത് നോക്കിയിട്ടാവാം. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അത് പറയാൻ പിന്നെ മറന്നുപോയി. താങ്ക് യു.